അമ്മയുടെ പേര് വയ്ക്കാത്തതിന് ഒരു കാരണമുണ്ട്. ഈ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് എല്ലാവരും ഈ കുഞ്ഞിനെ എടി, വാടി, പോടി എന്നൊക്കെ വിളിക്കും. അമ്മയുടെ പേരിട്ടാ അത് അമ്മയെ വിളിക്കുന്ന പോലെ തോന്നില്ലേ? അതുകൊണ്ടാണ് കുഞ്ഞിന് ഞാൻ അമ്മയുടെ പേരിടാത്തത്. താൻ ആള് കൊള്ളാലോ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ആ, എന്നാ ചെന്നോളും. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ആ വാ. ആ, മക്കളൊന്ന് നിന്നേ. ആദ്യം പാർവതി മോളും വിശാൽ സാറും വലതുകാലം വെച്ച് വീടിനകത്തേക്ക് കയറുന്നതിന് മുൻപ് ഒരു ചെറിയ ചടങ്ങുണ്ട്. കനകം, വേഗം കൊണ്ടുവരൂ. ഈ നാട്ടിൽ ഒരാചാരമുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യമായി അവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോ മഞ്ഞൾ വെള്ളത്തിൽ അവരുടെ കൈകൾ മുക്കി ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പതിപ്പിക്കണം. എന്നിട്ട് അത് തറവാട്ടിൽ സൂക്ഷിക്കും. ഗോപി സാറിന് അത് അറിയാവുന്നതല്ലേ? ഓ അതോ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ആ, ഞാനും ഗായത്രിയും വിവാഹം കഴിച്ച് ആദ്യമായി വീട്ടിലെത്തിയപ്പോ ഇത് ചെയ്തിരുന്നു. അന്ന് മഞ്ഞൾ വെള്ളത്തിൽ കൈമുക്കി ഞങ്ങൾ അടയാളം പതിപ്പിച്ച ആ തുണിക്കഷ്ണം ഇവിടെ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇതൊരു സൂചനയാ. വിവാഹിതരായവർ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നു എന്നതിന്റെ അടയാളം. തുണിയിൽ മഞ്ഞൾ പുരണ്ടു കഴിഞ്ഞാൽ അത് മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഈ കൈരേഖകൾ കാലങ്ങളോളം കേടുകൂടാതെ തന്നെ ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങളും ഈ ചടങ്ങ് നിർവഹിക്കണം. അതിനെന്താ, ആവാലോ. ആ, പാർവതി, കൈ നോക്കിക്കും. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. വലത് കാൽ വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. വാ.
ദേവമ്മയുടെ കൈയടയാളം പതിഞ്ഞ തുണിക്കഷ്ണം കിട്ടിയാലും മതിയായിരുന്നു. അത് ഇവിടെ തന്നെ ഉണ്ടാവും, ഉറപ്പാ. ഗായത്രിയുടെ വിരലടയാളം ഇവള് കണ്ടെത്തും മുമ്പ് എനിക്ക് കണ്ടെത്തണം. ഈ മണ്ണിലല്ലേ ദേവമ്മ പിച്ച് വെച്ച് വളർന്നത്? ഉണ്ണിക്കാൽ വെച്ച് തത്തകം പിത്തകം നടന്നു വരുന്ന കുഞ്ഞു ദേവമ്മയെ കാണാൻ എന്ത് രസമായിരിക്കും. ദേവമ്മയുടെ വിരലടയാളങ്ങൾ ഇവിടെ എവിടെയോ ഉണ്ട്, അതുറപ്പാ. എങ്ങനെയും അത് കണ്ടുപിടിക്കണം. ആ മോളെ, മോളെ എങ്ങനെയുണ്ട് മോളെ? വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇവിടെ ഒരു ഇത്തിരി പണികൾ കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചോളാം. നടക്കട്ടെ. അതെ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ മോളെ, എന്താ വേണ്ടത്? ഇവിടെ എവിടെയെങ്കിലുമേ ദേവമ്മയുടെ വിരലടയാളം പതിപ്പിച്ച എന്തെങ്കിലും രേഖയോ അല്ലെങ്കിൽ വിരലടയാളം തെളിഞ്ഞു കാണുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഫോട്ടോയോ നിങ്ങൾ കണ്ടിരുന്നോ? ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ ഗായത്രി അമ്മയുടെ വിരലടയാളം കാണാമായിരുന്നു. ഇവിടത്തെ പഴയ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോ കണ്ടതാ. പക്ഷേ അതെവിടെയാ കൊണ്ടുവച്ചതെന്ന് ഓർമ്മയില്ല. ഓർമ്മ കിട്ടുന്നില്ലല്ലോ മോളെ. ആ സാരമില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഫോട്ടോ കാണുവാണെങ്കിൽ മറക്കാതെ എന്നോട് പറയണേ. അതെടുത്ത് കൈ കൊണ്ട് തരില്ലേ? ഉം. ശരി. ചേച്ചി, നമുക്ക് മുമ്പേ അവൾ ആ വിരലടയാളം കണ്ടുപിടിക്കൂ. എടാ, അയാൾ അവളോട് അന്വേഷിച്ച് നോക്കാമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് കിട്ടിയില്ലല്ലോ. സമയമുണ്ട് പ്രതാപ. നമ്മളൊന്ന് ശ്രമിച്ചാ അവൾക്ക് മുമ്പേ അത് നമുക്ക് കിട്ടും. നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ മുഴുവനും എൻ്റെ അമ്മയുടെ ഓർമ്മകൾ. എവിടെ നോക്കിയാലും എനിക്കെൻ്റെ അമ്മയെ കാണാം. ഓരോരോ ഓർമ്മകളായിട്ട് ഇങ്ങനെ മനസ്സിലിരുന്ന് നിറയാം. ഇങ്ങോട്ട് വാ. എത്ര പറഞ്ഞാലും കേക്കില്ല അല്ലേ? വാ ഇങ്ങോട്ട്. അനുസരണക്കേടല്ലാതെ നിന്റെ കയ്യിൽ വേറൊന്നും ഇല്ലല്ലോ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലേ മരത്തിൽ കേറലേന്ന്? പിന്നെ എന്തിനാ ഇപ്പോ എന്റെ കൺവെട്ടിച്ച് വീണ്ടും മരത്തിൽ കേറിയത്?
ദാ അടി. അയ്യോ അമ്മ എന്നെ തല്ലല്ലേ അമ്മ. ആഹാ, ഞാനിനി മരത്തെ കേറില്ല. എപ്പോഴും നീ ഇത് തന്നെയല്ലേ പറയുന്നത്. ഇനി നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ദേ, നിന്നെ തല്ലാതെ വളർത്തിയതാ പ്രശ്നമായത്. ആട്ടിക്കൊണ്ടാലേ നീ നന്നാവുള്ളൂ. കറട്ടെ അടി. അയ്യോ അമ്മ എന്നെ അടിക്കല്ലേ അമ്മ. ഞാൻ നന്നായിക്കോളാം. ഈ വേലയൊക്കെ മോന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. വാടാ ഇങ്ങോട്ട്. അമ്മ സോറി അമ്മ. ഞാനിനി ഒന്നും ചെയ്യില്ല. എന്നെ തല്ലല്ലേ അമ്മ. ശരി, നിന്നെ തല്ലുന്നില്ല. നീ വന്നേ ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട്. അമ്മ ഞാനിനി പോയില്ലെന്ന് പറഞ്ഞില്ലേ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. വാ ഇങ്ങോട്ട്. നിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യാ? ആ, ഇവിടെ നിക്ക്. അമ്മ അമ്മ എന്നെ കെട്ടിയിടല്ലേ അമ്മ. എന്നെ ഇങ്ങനെ കെട്ടിയിടല്ലേ അമ്മ. ഞാനിനി ഒന്നും ചെയ്യില്ല. അമ്മ ഞാൻ പറയുന്ന കേക്ക്. ഇനി ഞാൻ ചെയ്യില്ല. എനിക്കൊന്നും കേക്കണ്ട. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. എന്നിട്ട് നീ കേട്ടോ? അഴിച്ചുവിടമ്മേ. എന്റെ കണ്ണൊന്ന് തെറ്റിയാ അപ്പൊ നിനക്ക് മരത്തിൽ കയറണം. എവിടെയും വീണ എന്ത് ചെയ്യും? അമ്മ എന്നെ ഇങ്ങനെ കെട്ടിയിടല്ലേ അമ്മ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും ചെയ്യില്ലെന്ന്. എനിക്കൊന്നും കേക്കണ്ട. ശരി, നിന്നെ ഞാൻ അഴിച്ചുവിടാം. പക്ഷേ അഴിച്ചുവിടണമെങ്കിൽ നീ എനിക്ക് 10 ഉമ്മ തരണം. തരാലോ. 10 ഉമ്മയല്ല, 1 കോടി ഉമ്മ ഞാൻ തരും. ശരി, തൽക്കാലം നീ 10 ഉമ്മ താ. ഉമ്മ 1, ഉമ്മ 2, ഉമ്മ 3. വിശാൽ സർ, സാറ് പെട്ടെന്ന് അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു കുട്ടി വിശാലായി മാറിയല്ലേ? അമ്മേ വേദനിക്കുന്നമ്മേ. വേണ്ടമ്മേ. സാരമില്ല, ഇപ്പൊ ശരിയാവും കേട്ടോ. അമ്മേ വേദനിക്കുന്നു അമ്മേ എനിക്ക്. കരയാതെ മോനെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും പറ്റിയില്ലല്ലോ. ദേ, ഈ മരുന്ന് വെച്ച് കെട്ടുമ്പോ നിന്റെ വേദനയൊക്കെ മാറിക്കോളും കേട്ടോ. പെട്ടെന്ന് സുഖമായിക്കോളും. പാവം, എന്നെ വളർത്താൻ വേണ്ടി അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടതാ. പക്ഷേ എൻ്റെ ഈ വളർച്ച കാണാൻ അമ്മയ്ക്ക് യോഗമില്ലാതായിപ്പോയി. ശരിക്കും എനിക്കാ ഭാഗ്യമില്ലാതായി പോയത്. അമ്മയുടെ സാമീപ്യം അറിഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യമൊന്നും ദൈവം എനിക്ക് തന്നില്ല. വിശാലേ, അമ്മ പറയുന്ന കേക്ക്. വിശാലേ, ഓടല്ലേ. എന്താ അമ്മേ? മോൻ എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? ഓടിയ വീഴില്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചല്ലേ പോകുന്നത്. മോനോടൊരു കാര്യം പറയട്ടെ അമ്മ. എന്താ? വാ പറയട്ടെ. ഇന്ന് നമുക്ക് വൈകിട്ട് ഒരു സ്ഥലം വരെ പോവാം. മോനെ, ദേ നോക്ക്. മോനെ വിശാലെ, നീ എന്താ അമ്മ പറഞ്ഞു കേക്കാത്തെ? നിനക്ക് എന്തെങ്കിലും പറ്റിയാ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഒരിടത്തും വീഴില്ല. ഞാൻ എന്നും അമ്മയുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എനിക്കും അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അമ്മ മരിച്ചിട്ടില്ല,
അമ്മ എവിടെയോ ദൂരെ യാത്രയ്ക്ക് പോയിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം ആ യാത്രയൊക്കെ കഴിഞ്ഞ് അമ്മ മടങ്ങി വരും. അമ്മ എന്നെ വിട്ടു പോയെന്ന് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല പാർവതി. പക്ഷേ സത്യം ഉൾക്കൊള്ളാതിരിക്കാനും പറ്റില്ലല്ലോ. അമ്മയെ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അമ്മ എവിടെയും പോയിട്ടില്ല സർ. ദേവമ്മ ഇവിടെ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഇവിടെ വന്നതും ഈ സംസാരിക്കുന്നതും എല്ലാം ദേവമ്മ കേൾക്കുന്നുണ്ട്. അതോർത്ത് സാർ സമാധാനിക്ക്. അമ്മേ വാ. പാറു, എന്താ വിശാൽ സർ? ഒന്നുമില്ല. വാ. ഗാർഗി, എന്താ അങ്കിളെ? നീ എന്താ ഇവിടെ തരയുന്നേ? ഏയ്, ഞാനൊന്നും തരുന്നില്ല. ഈ പഴയ ഫോട്ടോകളൊക്കെ കണ്ടപ്പോ ഒന്ന് എടുത്തു നോക്കിയെന്നേ ഉള്ളൂ. ഇതിൽ ഗായത്രി ദേവിയുടെ വിരലടയാളമുള്ള എന്തെങ്കിലും രേഖകളോ ഫോട്ടോകളോ ഉണ്ടാവുമോ? എന്താ അങ്കിളെ? ഒന്നുമില്ല. അങ്കിളെ, അങ്കിൾ എന്താ ഇവിടെ തിരയുന്നേ? ഒന്നുമില്ല. ഈ പഴയ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴേ ഒരു കൗതുകം. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ ഇടയിൽ വല്ല പാമ്പുണ്ടാവും, സൂക്ഷിക്കണം. വിശാൽ സർ, നമുക്ക് ദേവമ്മയുടെ വിരലടയാളം കണ്ടെത്തണ്ടേ? നമുക്ക് അതൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? ശരി പാർവതി, നമുക്ക്
നോക്കാം. ഉം. വാ. സർ, പാർവതി, ഇത്രയും തെരഞ്ഞിട്ടും അമ്മയുടെ വിരലടയാളമുള്ള ഒരു ഡോക്യുമെന്റോ ഫോട്ടോയോ ഒന്നും കണ്ടില്ലല്ലോ. ഇനിയും തേടാത്ത ഇടങ്ങളുണ്ടല്ലോ സർ. നമുക്ക് തിരയാം.